വയനാട് തോൽപ്പെട്ടിൽ മദ്യം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമമെന്ന് പരാതി. 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. CPM സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലാണ് മദ്യം എത്തിച്ചതെന്നാണ് ആരോപണം. സ്ഥാനാർത്ഥിയെ അറസ്റ്റ് ചെയ്യാത്തതിൽ പോലീസിനെ തടഞ്ഞുവെച്ച് UDF പ്രവർത്തകർ പ്രതിഷേധിച്ചു. മാനന്തവാടി ഡിവൈഎസ്പി ഉൾപ്പെടെ സ്ഥലത്തെത്തിയ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി. ലിനറ്റ് വർഗീസ് നൽകുന്ന വിവരങ്ങൾ. ലിനറ്റ്, എന്താണ് പരാതി, എന്താണ് സംഭവിച്ചത്? ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം വയനാട് തോൽപ്പെട്ടി നെടുതന ഉന്നതിയിൽ ഉണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ 7 മണിക്ക് ശേഷം ഉന്നതികളിൽ പ്രവേശിക്കരുതെന്ന ചട്ടമുണ്ട്. ഈ ചട്ടം ലംഘിച്ചുകൊണ്ടാണ് CPM പ്രവർത്തകർ ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം ഈ ഒരു തോൽപ്പെട്ടിക്കടുത്തുള്ള നെടുതന ഉന്നതിയിൽ എത്തിയിരിക്കുന്നത്. അവിടെ വോട്ടർമാർ മദ്യം നൽകി സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തി എന്നാണ് ആരോപണം. UDF പ്രവർത്തകരാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്ഥലത്തെത്തിയ സമയത്ത് CPM പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. അതിൽ 3ഓളം വരുന്ന ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം UDFന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ ഈ CPM പ്രവർത്തകരുടെ ഒപ്പം അവരുടെ സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നു. ഈ സ്ഥാനാർത്ഥിയെ അറസ്റ്റ് ചെയ്യാനോ കസ്റ്റഡിയിലെടുക്കാനോ പോലീസ് തയ്യാറാകാത്തതിനെ തുടർന്നാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി UDF വന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇന്നലെ രാത്രിയിൽ 2 മണിയോളം വരുന്ന സമയങ്ങളിൽ അവിടെ നടത്തിയിരുന്നത്. അവസാനം മാനന്തവാടി DYSP അടക്കം സ്ഥലത്തെത്തി ചർച്ച നടത്തിയതിനു ശേഷമാണ് ഈ പോലീസുകാരെ തടഞ്ഞു വെച്ച വാഹനം പോലും UDF പ്രവർത്തകർ വിട്ടയച്ചിരിക്കുന്നത്. ഇന്ന് 9 മണിക്ക് വിവിധ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്താനാണ് നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം. നിലവിൽ 3 പേരാണ് പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത്. തിരുനെല്ലി പോലീസാണ് ഇത്തരത്തിൽ 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിൽ ഇത്തരത്തിൽ മദ്യം നൽകിയോ പണം നൽകിയോ ഒന്നും വോട്ടർമാരെ സ്വാധീനിക്കാൻ പാടില്ല എന്ന ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഏതായാലും വിഷയത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വയനാട്ടിൽ നിന്നും ലിനറ്റ് വർഗീസാണ് വിവരങ്ങൾ നൽകിയത്.